ഹലോ, വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് ജൂലൈ 26 ആണ്. എൻ്റെ അച്ചുടുവിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരും ഉണ്ട് കേട്ടോ. കുരുട്ടാളി നീട്ടിട്ടുണ്ട്. രണ്ടുപേരും മുണ്ടൊക്കെ ഉടുത്ത് മടക്കി കുത്തി എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ പക്ഷെ നാളെ എടുക്കുവോ ഞാൻ? എന്ത് എന്റെ ഹാപ്പി ബർത്ത്ഡേ നാളെ എടുക്കുവോ? നാളെ സെലിബ്രേറ്റ് ചെയ്യുമോ എന്ന് വെച്ചാ എന്റെ അച്ഛന് ഇന്ന് ഓഫീസിൽ പോകണം. അതുകൊണ്ട് നാളെ എന്താ സൺഡേ ആയിക്കൊണ്ട് നാളെ എന്താ സെലിബ്രേറ്റ് ചെയ്യുക. പല്ല് കാണിച്ച് പല്ല് പോയി ഗൈസ്. ഇനി അടുത്ത പല്ല് ആടുവല്ലേ? ബർത്ത്ഡേ ആയിട്ട് പല്ല് പോയല്ലോ. എങ്ങനെ അച്ചുക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങള് വിളക്കൊക്കെ കത്തിച്ച് തൊഴുത് അല്ലേ അച്ചുട്ടാ? അമ്പൂറ്റി തൊഴുത് എന്നിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഇന്ന് സെലിബ്രേഷൻ ഒന്നും ഇല്ല. നാളെ വൈകിട്ട് ആരൊക്കെ വരും? അച്ഛൻ്റെ ഫ്രണ്ട്സ് വരും. എങ്ങനെ അച്ഛൻ്റെ ഡാൻസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡാൻസ് കളിക്കാൻ നാളെ സെലിബ്രേഷൻ കാണാം. ഓക്കെ ഓക്കെ പറഞ്ഞേ ബൈ പറഞ്ഞേ ബൈ. ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നെങ്കിലും കുറച്ച് പായസം വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അങ്ങനെ കുറച്ച് പായസം നമുക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ടാണ് പായസം മിക്സ് എടുത്തത്. അങ്ങനെ കുറച്ച് പായസമൊക്കെ വെച്ചു. ഇന്ന് 27 ആയി. ഇന്നാണ് നമ്മുടെ അച്ചീട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഓക്കെ, ഇതാണ് അച്ചീട്ടിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഇന്ന് 7 മണിക്കാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. അങ്ങനെ വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല. അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് അടിച്ചു വിളിക്കുന്നു, അത്ര തന്നെ. ഇത് ഞങ്ങളെക്കൊണ്ട് ഒക്കുന്ന രീതിക്ക് ഒന്ന് ബലൂൺ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഞങ്ങളെക്കൊണ്ടല്ല, ചേട്ടനാണിത് മൊത്തം ചെയ്തത്. അത്രയ്ക്ക് നല്ലപോലെ ചെയ്യാനായിട്ടുള്ള സമയവും കിട്ടിയില്ല. പിന്നെ ഒക്കുന്ന പോലെയൊക്കെ ചെയ്തു. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അങ്ങനെ ഓരോരുത്തർ വന്നു തുടങ്ങി. ഫസ്റ്റ് വന്നത് അച്ഛൻ്റെ ഷാനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മറിയ അച്ഛൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിപ്പോൾ വന്നത് ദക്ഷു ആണ്, അച്ഛൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ നെക്സ്റ്റ് അച്ഛൻ്റെ ഫ്രണ്ട് ആദി, പിന്നെ ദേവി ചേച്ചി, ആദു, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ ഉഷാറായി ചാട്ടവും ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി പയ്യെ കേക്ക് കട്ട് ചെയ്യണം. നമ്മൾ രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ അവർ എത്താൻ ലേറ്റാവും. അതുകൊണ്ട് കേക്ക് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലൊരു കേക്ക് അച്ഛൻ്റെ ഷാനങ്ങൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും പിടിച്ചു നിർത്തി. അപ്പോഴത്തേക്ക് ദിച്ചുവിട്ട് ഒരു വിധത്തിൽ നൈഫ് കൊടുക്കത്തില്ല അച്ഛൻ്റെ കയ്യിലും ആരുടെ കയ്യിലും. ദിച്ചുവിട്ടിന് മുറിക്കണമെന്നുള്ള വാശിയിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോയി. പിന്നെ അവസാനം എങ്ങനെയാണൊക്കെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കഴിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വന്നതാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കും കേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓരോ ഫാമിലി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആദ്യം നമ്മൾ നിന്നു. അത് കഴിഞ്ഞ് ദക്ഷുവിൻ്റെ ഫാമിലി, പിന്നെ ദേവൂട്ടിയുടെ ഫാമിലി, അത് കഴിഞ്ഞ് ആദിയുടെ ഫാമിലിയും.
ഒരു കാര്യം ചെയ്യും, ഇത് ഓഫ് ചെയ്തിട്ട് അച്ഛന്മാരുടെ ഡാൻസ് ഞങ്ങളിപ്പോ ശരിയായത്. ഇവർ ഡാൻസ് ഒന്നും കളിക്കുമല്ലോ, വെറുതെ കൊത്തി പറയുകയാണ്. അവർക്ക് കിട്ടിയ സന്തോഷം അവരടിച്ചു കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാജേഷേട്ടനും സരീഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. തയ്യ നിൽക്കുന്നതാണ്. അങ്ങനെ എന്തായാലും എല്ലാവരും ക്ഷീണിച്ചു. സമയം പോയൊന്നും അറിഞ്ഞില്ല. മണി 9:30 കഴിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് എടുക്കുകയാണ്. ആദ്യം കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവർ കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ചാട്ടവും ബഹളവും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുത്തു. അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥലത്തൂടെ ഓട്ടവും ചാട്ടവും ബഹളവും അടി ഇടിയൊക്കെ ആയിരിക്കും. കാർട്ടൂൺ ആകുമ്പോൾ ഒരു ഇച്ചിരി നേരം അവിടെ അടങ്ങിയിരിക്കും. ചേച്ചി അത് കഴിഞ്ഞൊന്ന് സ്വസ്ഥമായിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഫ്രീ ആയല്ലോ. ഞങ്ങൾക്ക് സാവധാനം ഇരുന്ന് കഴിച്ചാലും മതി. കെട്ടിപ്പിടിക്കുന്നത് ശരിയാവത്തില്ല. കെട്ടിപ്പിടിച്ചു ഇപ്പം ഏകദേശം സമയം 11-11:30 ആയിട്ടുണ്ട്. എങ്ങനെ 4-4.5 മണിക്കൂർ പോയെന്ന് ഒരു പിടിയില്ല. അത്രയ്ക്ക് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു സത്യത്തിൽ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വേണം ഫാമിലി എല്ലാവരുമായിട്ട്. നമ്മളിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നതല്ല എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സന്തോഷവും ഇതേപോലെ ഒരു കൂടിച്ചേരലും എല്ലാം ഭയങ്കര നല്ലതാണ്. പിള്ളേരായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്ലാറ്റിൽ കഴിയുന്നതല്ലേ, അപ്പോൾ അവർക്കും ഒരു സന്തോഷമാവും. നമ്മുടെ ഒരു മൈൻഡ് തന്നെ റീഫ്രഷായി. എല്ലാവരും കൂടെ ഒന്ന് കൂടി ചേർന്ന് പാട്ടും ഡാൻസും തമാശയും എല്ലാം കൂടെ ആയപ്പം അതാ ഞാൻ പറഞ്ഞ സമയം പോയത് പോലും അറിഞ്ഞില്ല. പിറ്റേന്ന് ജോലിയൊക്കെ ഉണ്ടായിട്ടാണ് ഈ സമയത്ത് നമ്മൾ പിരിഞ്ഞത്. ഇനി ബർത്ത്ഡേകളൊന്നും നോക്കിയിരിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാവർക്കും അതൊരു ഹാപ്പിനെസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരെ പോലെ തന്നെയാണ് നമുക്ക് രാജേഷേട്ടൻ്റെ സലീഷേട്ടൻ്റെ ഫാമിലി. അവരിപ്പോൾ നാട്ടിൽ പോയേക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിലും അവരും ഇവിടെ ഉറപ്പായിട്ടും ഉണ്ടായേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.